ഈ ഔദ്യോഗിക വസതി വേണ്ട, സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ. ഔദ്യോഗിക വസതി വേണ്ടെന്ന് വയ്ക്കാൻ കാര്യം വേറെ ഒന്നുമല്ല. മന്ത്രിയാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുക, അല്ലാതാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, അതൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഭാര്യയും 2-3 പിള്ളേരും ഉണ്ട്. അവർ ഒരാൾ വെളിയിലാണ്, 2 പേര് ഇവിടെ ഉണ്ട്. അവർ വന്നും പോയൊക്കെ നിൽക്കും. അപ്പോൾ അതുപോലെ സൗകര്യം അത് മതി. ഈ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്ന ചെലവൊരുക്കലിന്റെ ഭാഗമായിട്ടാണോ? അതല്ല, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളെ, ഇതൊക്കെ തലവേദനകളാണ്. ഞാൻ അച്ഛനൊക്കെ ഉള്ള സമയത്താണ് മന്ത്രിയായത്. 2 പേരെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു അന്ന് പത്തനാപുരത്ത്. ഈ 2 പേരും കൊട്ടാക്കര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയുകയും കേരളത്തിൽ എനിക്കെതിരെയുള്ള ഏക ക്രിമിനൽ കേസിൽ, അത് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസാണ്, അതിൽ കള്ളസാക്ഷി പറയുകയും കാണാത്ത കാര്യം, കേൾക്കാത്ത കാര്യം, അറിയാത്ത കാര്യം പച്ചയായ കള്ളസാക്ഷി പറഞ്ഞ 2 പേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക് പാർട്ടി സെലക്ട് ചെയ്തിരുന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ച, നമ്മളെ സ്നേഹിച്ച, നമ്മളെ സഹായിച്ചു. നാളെ ഒരാൾ നമ്മളോട് നിൽക്കുന്നു പറഞ്ഞ് ഒരാളെ എടുക്കണ്ട. സ്റ്റാഫുകളുടെ ഒരു യോഗ്യത അതെങ്ങനെയായിരിക്കും? മാനദണ്ഡം എന്താണ്? സാമ്പത്തികമായ മറ്റു തരത്തിലുള്ള ക്രമക്കേട് നടത്തിയ ആളെ എടുക്കില്ല. പിന്നെ പാർട്ടി ശുപാർശയും, പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട് വർഷങ്ങളായിട്ട്. അവർ ശമ്പളം കൊടുക്കാതെയും ശമ്പളം കൊടുത്തുമൊക്കെ എനിക്കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ മാത്രമേ എടുക്കുള്ളൂ. വേറെ എല്ലാവരും കൂടെ എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് നാട് നന്നാവില്ല, അതുകൊണ്ട് അവരും നന്നാവില്ല. ഇനി എൻ്റെ അനുഭവം വളരെ വലിയ ദുരനുഭവമാണ്. കാരണം 2 പേരെ വെച്ചത് 2 പേരും കാണാത്ത കേൾക്കാത്ത കാര്യം ഒരു കോടതിയിൽ വന്ന് ബഹുമാനായ ജഡ്ജിയുടെ മുമ്പിൽ കള്ളസാക്ഷി പറഞ്ഞു എന്നുള്ളത് ജീവിതത്തിലൊരു ഹൃദയഭേദകമായ കാര്യമാണ്. പിന്നെ ഈ കള്ളസാക്ഷി പറയുന്നവൻ, ഞാൻ ദൈവവിശ്വാസിയാണ്, കള്ളസാക്ഷി പറയുന്നവൻ എന്താണ് അനുഭവം എന്നുള്ള കാര്യം ആ ദൈവം തമ്പുരാൻ തീരുമാനിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നന്ദികേടാണ്. കാരണം ഞാൻ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് സ്റ്റാഫിൽ നിർത്തി, ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാം കൊണ്ടുവന്ന ഒരാളാണ് എനിക്കെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞത്. പരിപൂർണമായ കള്ളസാക്ഷിയാണെന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാവും.